ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിയ, ഞങ്ങൾ അവളെ മരിയക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. അവൾ ഇന്നൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട അബിനും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മകനാണ്. രണ്ടുപേരുടെയും കുടുംബജീവിതത്തിന് എല്ലാ ആശംസകളും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട മരിയ, എന്താ പറയുക, എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണെന്ന്. എൻ്റെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ അത്രയ്ക്ക് നിന്ന ആളാണ് നീ. നിനക്ക് എല്ലാ സന്തോഷവും ഉണ്ടാവണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഇപ്പൊ അബിൻ വന്നു കഴിഞ്ഞ് നിനക്കുണ്ടായ മാറ്റങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതാണ്. നീ ഒത്തിരി ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. മരിയ ഭയങ്കര കെയറിങ് ആയിട്ടൊരു ആളാണ്. പക്ഷെ അവൾക്കൊരു റൊമാൻറ്റിക് സൈഡ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അബിൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു അൺറൊമാൻറ്റിക് മൂരാഴ്ചയായിട്ടാണ് വിചാരിച്ചു വെച്ചിരുന്നത്. ഇപ്പോഴാണ് മരിയയ്ക്ക് അങ്ങനെ ഒരു റൊമാൻറ്റിക് സൈഡൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. ഞാൻ 2 മാസത്തെ ഇന്റർവ്യൂ എടുത്തിട്ടാണ് ആളെ സെലക്ട് ചെയ്തത്. അതൊരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ചേച്ചി എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞതാ, എന്നിട്ട് എല്ലാ ദിവസവും എഴുതി വെക്കും. എന്നിട്ട് എനിക്ക് ഒരു ഡെയിലി ബേസിൽ 20 ക്വസ്റ്റ്യൻസ് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച 3 ആഴ്ച അവരോട് ചോദ്യം തീർന്നില്ല. എന്നിട്ട് ചോദ്യം എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് കോടീശ്വരനായിരുന്നു. ആദ്യത്തെ ഒരു 2 മാസം സക്സസ്ഫുൾ ലൈഫാണ്. ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് എല്ലാവരോടും പെട്ടെന്ന് പിണക്കം തോന്നി. ആ പിണക്കം വെച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിയുടെ മോഹൻ എനിക്ക് പിണങ്ങാൻ ആക്ച്വലി എന്താ പറയാ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര നോർമൽ ആയിട്ടുള്ള, അതായത് ഒരു ജാട പൊന്നിച്ച അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെയൊക്കെ വിചാരം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്, ഒട്ടും റൊമാൻറ്റിക് അല്ലെന്നൊക്കെയാണ് ഇവരുടെ വിചാരം. പക്ഷേ ഞാൻ അങ്ങനെയല്ല. യഥാർത്ഥം ഞാൻ എങ്ങനെയാണോ അങ്ങനെ ആയിട്ടിരിക്കാനായിട്ട് ഉള്ളൊരു കംഫർട്ട് സ്പേസ് തന്ന ആളാണ് അച്ചാച്ചൻ. Summer rain is passing over, and it feels like a dream. I could run and look for shelter, but you hold on to me. I'm under your skies. I'm caught in your eyes. Don't you know you stop the room, and all that I can see is you. പിന്നെ അച്ചാച്ചന് താങ്ക്സ് ഉണ്ട്. മരിയ ചേച്ചിയുടെ ഒരു റൊമാൻറ്റിക് സൈഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിൽ. ഭയങ്കര അൺറൊമാൻറ്റിക് മൂരാച്ചി റൂഡായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. സ്നേഹത്തിന്റെ ഒക്കെ കാര്യത്തില് വേറൊരു സൈഡ് ഞങ്ങൾ അഭി വന്നു കഴിഞ്ഞ് കണ്ട മരിയ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരാളാണ്. അതെ, ഞങ്ങൾ എല്ലാവരും അത് നോട്ടീസ് ചെയ്തു. അശ്വിത എനിക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചത് അത് തന്നെയാണ്. ഈ മരിയ ചേച്ചി മൊത്തത്തിലേക്ക് മാറിപ്പോയി അവന്റെ ചച്ച വന്നിട്ടെന്നാ പറഞ്ഞത്. അശ്വിച്ച് ചോദിച്ചത് ആ 2 വരികൾ ഏതാണ് അവന്റെ ചച്ച എന്നെപ്പോഴും ചോദിക്കാറുണ്ട്. ആ 2 വരികൾ എന്തെന്ന് അതൊന്നും അറിയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ 2 വരികൾ ഏതാണെന്ന് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്ര മാറ്റം വരാനേ മാത്രം വന്ന ആ 2 വരികൾ എന്താണെന്ന്. കണ്ടില്ലേ കാപ്പിയുടെ മൊത്തം കണ്ടില്ലേ.
പറ്റി പറയുകയാണെങ്കിൽ ആൾ നല്ലൊരു ഹാർഡ് വർക്കറാണ്. പ്രൊഫഷണൽ വൈസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ജോലി എന്നൊക്കെ പറഞ്ഞാൽ 100% ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം നമ്മൾ വിളിച്ചാലും ജോലിയാണ്, നൈറ്റും ജോലി, ഭയങ്കര ഒരു ഹൈലി ഡെഡിക്കേറ്റഡ് ആണ്. മരിയ ആൾ നല്ല സോഷ്യലാണ്, ഫ്രണ്ട്ലി ആണ്, ഒരു ഫാമിലി ഗേളാണ്. നല്ലതായിട്ട് കുക്ക് ചെയ്യും. നല്ലതായിട്ട് നമ്മുടെ വീട്ടിൽ കൂടുതൽ ഡിഷസ് പ്രതീക്ഷിക്കുന്നു കുക്ക് ചെയ്ത് തരുമെന്നുള്ളത്. Inside your eyes